വണക്കം സ്വന്തങ്ങളെ, വെൽക്കം ടു പൊളി ഫാമിലി ചാനൽ വ്ലോഗ്. കുറേ നാളായിട്ട് വീഡിയോ എന്താ ഞങ്ങള് ഇൻട്രോ എടുക്കാൻ വീട്ടിൽ മറന്നുപോയി. ഞാനൊരു സർപ്രൈസ് അൺപ്ലാൻഡ് വീഡിയോ ആണ് കേട്ടത്. ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നതാണ്. എവിടെയാണ് സ്ഥലം എന്നുള്ളത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളത് വലുതായി കാണിച്ചു തരാം. ഒരാളുടെ മുഖത്ത് സന്തോഷം കണ്ട നിങ്ങൾക്ക് അറിയില്ലേ, എക്സൈറ്റ്മെന്റ്. ഇല്ല, പാലക്കാടിലെ കംപ്ലീറ്റ് മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് സ്പോട്ടാണ് ഞങ്ങളുടെ സ്വന്തം അഹങ്കാരം. എവിടെ എന്റെ മകള് കുഞ്ഞിപ്പെണ്ണെ? എവിടത്തെ പോണ്ടി നമ്മള്? എവിടേക്കാ പോണ്? എവിടച്ച പോണ്? ആള് പിന്നെ കാറ് കയറിയ പിന്നെ ഉഷാറാണ്, പിന്നെ വേറെ ആരും വേണ്ട. ആരാനോ അങ്ങനെ തന്നെ ആയിരുന്നു. കാറ് കയറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർ യു റെഡി? പിന്നെ നീയാണ്ട സ്റ്റൈലായിട്ടിരിക്കണത്. ഞങ്ങളൊക്കെ വെട്ടിച്ചു. വാ കയറി വാ, മഴ വരാൻ പോകുമ്പോഴേക്കും കയറി. ഇതാ റെഡി. ഇതവിടെ ജെന്റിൽമാൻ ഓക്കെ റെഡി. എവിടേക്കാണ് നമുക്ക് വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാം. എവിടേക്കാണ് നമ്മള്? അതന്നെ, കുഞ്ഞിപ്പെണ്ണിന്റെ സമയം ആവണേ ഉള്ളു. അതുകൊണ്ടാണ് നമ്മള് ഫുഡ് ഉള്ളത് എടുത്തിരിക്കുകയാണ്. എന്താ ചപ്പാത്തി അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛനും മകൾക്കും ചപ്പാത്തിയാണ് ഇനി. എനിക്ക് കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കവേ ഇല്ല, എന്തെങ്കിലും ഒതുങ്ങിയിരിക്കുക. അതന്നെ, വണ്ടിയിൽ കയറി കഴിഞ്ഞാ അവള് അടങ്ങിയിരിക്കുകയില്ല എപ്പോഴും. സ്വന്തങ്ങളെ, അങ്ങനെ ലാസ്റ്റ് ഇപ്പോഴോ നാളെ കല്യാണം കഴിച്ച് 3 വർഷമായി. 3 വർഷമായിട്ട് ഞാനിതാ അവളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏഷ്യയിലെ ബ്യൂട്ടി വില്ലേജ് ഞങ്ങളുടെ കൊല്ലങ്കോട്. ക്യാമറയിൽ എത്രത്തോളം നന്നായിട്ട് അറിയുമെന്ന് അറിയില്ല, വിഷ്വലി നേരിട്ട് കണ്ടിൽ കാണും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു, ചെറിയൊരു പാടം മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാലക്കാട്? ആലപ്പുഴയൊക്കെ ഇതൊക്കെ കറക്റ്റ് ഈ ക്ലൈമറ്റില് വിന്ററിലൊക്കെ വന്ന് കാണണം. കണ്ടിട്ടില്ല. കുഞ്ഞിപ്പെണ്ണിന് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വന്ന സ്ഥലം എവിടെ വെച്ച് നമ്മുടെ കൊല്ലങ്കോട്. പാലക്കാടിലെ കംപ്ലീറ്റ് മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് സ്പോട്ടാണ് ഞങ്ങളുടെ സ്വന്തം അഹങ്കാരം കൊല്ലങ്കോട്. ഞങ്ങൾ കൊല്ലങ്കോട് വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിത് ബാക്കിൽ നിങ്ങൾക്ക് കണ്ടറിയും. ഫുൾ ഗ്രാമീണ സൗന്ദര്യം അല്ലേ? കുഞ്ഞിന്റെ മുഖം സന്തോഷം നോക്കാം. അവൾക്ക് ഒന്നും ഇതാവണല്ലോ. ഫോട്ടോ ഒക്കെ എടുത്താൽ കുഞ്ഞ വിളിക്കും. അച്ഛാ, എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറായിട്ട് അല്ലേ? ഇത്രയും കാലമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലമായിട്ട് 35 കൊല്ലമായിട്ട് അമ്മനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇവിടേക്ക്. ഇപ്പോഴാണ് ഇത്ര ഫേമസ് ആയി. അച്ഛാ, കുഞ്ഞിപ്പെണ്ണി സാപ്പിടാണ്. അതാണ് വായില് ഫുള്ള് നിറഞ്ഞിരിക്കണത്. നോക്കില്ല എത്ര ബ്യൂട്ടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നോക്ക്, ചെറിയ ചെറിയ ഹട്ട്. കുഞ്ഞിപ്പെണ്ണിന് മമ്മമ്മം കൊടുക്കാൻ ഇവിടെ ഹട്ട്. ഒരു വീട് വെച്ചല്ലോ അവിടെ, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട്. കുഞ്ഞുമകളെ എങ്ങനെ പിടിച്ചു നിൽക്കാം അവിടെ?
എത്ര നേരം ഇരുന്നാലും മതിയാവണല്ലോ അല്ലെ അവിടെ. പക്ഷെ ഒരു മഴ പെയ്തു, ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്തുകൊണ്ടാണ് ഒരു ടയർഡ്. പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് നല്ല വെയിലടിച്ചു. വെയിലടിച്ചു. അപ്പൊ തന്നെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് മലകളൊക്കെ കാണാൻ. പക്ഷെ നമ്മളുടെ വിഷമം കണ്ടപ്പോ അതന്നെ ഇത്രയും ദൂരത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നിട്ടില്ലേ. പക്ഷെ അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മളെ തമിഴ് സ്വന്തങ്ങൾക്ക് ഇല്ലേ, അവരെല്ലാരും വരിക പാലക്കാട് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മസ്റ്റ് വിസിറ്റ് അല്ലേ. ഫുള്ളായിട്ട് ആൾക്കാരൊക്കെ അവിടെ കൂടി വന്നു തുടങ്ങി. ഇനി വൈകുന്നേരം ആകുമ്പോ നിറയെ ആൾക്കാരുണ്ടാവും. വൈകിട്ടാകുമ്പോ പിള്ളേരും മെയിൻ റീൽ എടുക്കള് ഇതാ. പൊണ്ടാട്ടി ഡാൻസ് ഒക്കെ കളിച്ചു. ഒരു 50 ഷോട്ട് എടുത്ത് ഒരു പാട്ട് തീർത്തു. അല്ല എനിക്കും കൂടെ കളിക്കാൻ തോന്നുന്നു അങ്ങനെ. അച്ഛനും വെക്കോ. അപ്പൊ ഞങ്ങക്ക് പോവാനേ തോന്നില്ല, പക്ഷെ നമുക്ക് സമയമായി. നമുക്ക് പോവാനേ തോന്നില്ല, പക്ഷെ സമയമായി. തീരെ വരാൻ ഇഷ്ടമല്ല. കുഞ്ഞിപ്പെണ്ണ് എൻജോയ് ചെയ്യണത് നമ്മുടെ മകള്. ഭക്ഷണം കഴിക്കാൻ മാത്രം അവൾക്ക് വയ്ക്കുക. വെളിയിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു കെട്ടി കൊടുക്കാം. ശരി, അപ്പൊ നമുക്ക് പോവാൻ അടുത്തൊരു വേറൊരു പ്ലേസിലേക്ക് നമുക്ക് കൊണ്ടുപോകാന്നാണ്. എന്താ പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞെട്ടാണല്ലോ അല്ലേ. നോക്കി ഇതൊക്കെ ഫോണിലൊന്നും അറിയില്ല, നേരിട്ട് കണ്ട് ഇതായി തന്നെ അറിയുള്ളൂ. ഞാൻ ഇന്ന് ലീവ് എടുക്കാനും ഇങ്ങനെ ഒരു ഔട്ടിങ് വരാനും പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ നീ എന്തായി ഇതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ. പിന്നെ ഫോണ് തന്നെ കണ്ട് ആസ്വദിക്കും. എത്ര കാലമായി പറയണറിയോ, അടുത്ത് തന്നെയാണ് ഈ പോകാത്ത സ്ഥലമില്ല, പക്ഷെ ഇവിടെ മാത്രം ഒന്ന് മിസ്സായി. പാലക്കാടിലെ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ചത് ഇതാട്ടോ, ഇവിടെ ഉണ്ടാ അല്ലേ. ഇതൊക്കെ നേരത്തെയാണ് വീട് കെട്ടാൻ, അതല്ല കല്യാണം വരാന്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇതുണ്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് വളകള്. സൗണ്ട് നോക്കൂ കുഞ്ഞ, ഒരു കാറ്റിന്റെ പേടിയാണു അല്ലേ. നീ ഇല്ലേ ഒരു ചാലഞ്ച് തരാം കുഞ്ഞ, രാത്രി നീ ഇവിടെ വന്ന് ഇരിക്കും ഒറ്റയ്ക്ക്. നോക്ക ഫേമസ് ആയിട്ടുള്ള ചെല്ലൻ ചേട്ടന്റെ ചായക്കട അല്ലേ. നന്നായി ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. കൊല്ലങ്ങോട് വിട്ടു കൊടുവായൂരാണ് ഇപ്പം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കൊടുവായൂർ നമ്മുടെ വാവുള്ളിയാൽ പോലെ ഒരു സ്ഥലമുണ്ട്. അതെ അതാ അങ്ങോട്ട് കാണിക്കേ, അതൊക്കെ സ്നേഹമുള്ള ഭർത്താവ്. ഇതാണ് പാസം. പാസം മലർ.